നമസ്കാരം. ലോകകപ്പ് കലാശപ്പോര് വേദികളിൽ താരങ്ങളെപ്പോലെ തന്നെ ചർച്ചയാകാറുള്ളതാണ് അവർക്കൊപ്പം എത്തുന്ന കാമുകിമാരും ഭാര്യമാരുമൊക്കെ. ജേതാക്കളായ താരങ്ങൾക്കൊപ്പം ചിലർ വിജയാഹ്ലാദം പങ്കിടുമ്പോൾ മറ്റു ചിലർ പരാജിതരുടെ ദുഃഖങ്ങളിൽ അവർക്ക് പിന്തുണയുമായി എത്തുന്ന കാഴ്ചകളും ലോകകപ്പ് ഫൈനൽ വേദികളിലെ കാഴ്ചകളാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിങ്ങനെ കായിക ഇനങ്ങളുടെ വേർതിരിവില്ലാതെ ഇത്തരം കാഴ്ചകൾ സാധാരണമാണ്. ചിലപ്പോൾ കാമുകിമാരെക്കുറിച്ച് പുറംലോകം അറിയുന്നത് തന്നെ ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കും. ഇത്തരത്തിൽ ഇന്ത്യയുടെ ലോകകപ്പ് വിജയവേളയിൽ കഴിഞ്ഞ ദിവസം ഏറെ ശ്രദ്ധ നേടിയ രണ്ടുപേരായിരുന്നു ഇഷാൻ കിഷന്റെ കാമുകി അദിതി ഹുഡ്ഡയും ഹാർദിക് പാണ്ഡ്യയുടെ കാമുകി മഹിക ശർമ്മയും. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിന്തുണയ്ക്കാൻ രണ്ടുപേരും ഇന്നലെ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. മഹിക ശർമ്മ മത്സരശേഷവും ഫോട്ടോ എടുത്തും മറ്റും ഹാർദിക്കിനൊപ്പം സജീവമായപ്പോൾ അദിതി ഗ്യാലറിയിലിരുന്ന് താരത്തിന് പിന്തുണ നൽകി. മത്സരത്തിലെ താരങ്ങളുടെ ഓരോ മിന്നുന്ന പ്രകടനത്തിനൊപ്പം ക്യാമറ കണ്ണുകൾ കാമുകിമാരെയും തേടിയെത്തി. ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഈ കാഴ്ചകൾ. മത്സരത്തിൽ ഗ്യാലറിയിലും മത്സരശേഷം ഗ്രൗണ്ടിലും ഹാർദിക്കിനൊപ്പം സജീവമായിരുന്നു മഹിക ശർമ്മ. മഹിക തൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം തനിക്ക് വിജയങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് കഴിഞ്ഞ ദിവസം ഹാർദിക് പ്രതികരിച്ചത്. നടിയും സെർബിയൻ മോഡലുമായ നടാഷ സ്റ്റാൻകോവിച്ചും ഹാർദിക് പാണ്ഡ്യയും കഴിഞ്ഞ വർഷമാണ് വിവാഹമോചിതരായത്. ഇതിന് പിന്നാലെയാണ് മഹികയുമായി ഹാർദിക് പരിചയത്തിലാകുന്നത്. മഹിക പങ്കുവച്ച ഒരു ചിത്രത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ജേഴ്സി നമ്പറായ 33 പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ആദ്യമായി ഉയരുന്നത്. എങ്കിലും ഇരുവരും പ്രണയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ഹാർദിക്കിന്റെ കഴിഞ്ഞ പിറന്നാളിന് ഇരുവരും ഒരുമിച്ച് മുംബൈ വിമാനത്താവളത്തിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അന്ന് ആദ്യമായാണ് പൊതുവിടത്തിൽ ഇരുവരും ആദ്യമായി ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത്. ഇതോടെയാണ് ഇവരുടെ പ്രണയം ഒഫീഷ്യലായി വ്യാഖ്യാനിക്കപ്പെട്ടത്. ചിത്രങ്ങൾ പങ്കുവച്ചതോടെ പ്രണയ വാർത്തകൾക്ക് സ്ഥിരീകരണമായി. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ജന്മദിനാശംസ നേർന്ന് മഹികയും ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചിരുന്നു. 1993 ജനിച്ച ഹാർദിക്കിന് 32 വയസ്സുണ്ട്. 24-കാരിയാണ് കാമുകി. ഇരുവരും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളിൽ പലതും ഒരേ സ്ഥലങ്ങളിൽ നിന്നുള്ളതായിരുന്നുവെന്നും ആരാധകർ കണ്ടെത്തി. കാലിനേറ്റ പരിക്കിന് പിന്നാലെ കരിയറിൽ ഹാർദിക്കിന് നീണ്ട ഇടവേള വേണ്ടി വന്നിരുന്നു. ഇതിനുശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ താരം ഉജ്ജ്വലമായി തിരിച്ചുവരികയായിരുന്നു. തിരിച്ചുവരവിന്റെ മികച്ച പ്രകടനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും തന്റെ പുതിയ പങ്കാളിയായ മഹിക ശർമ്മയ്ക്കാണ് ഹാർദിക് നൽകിയത്. BCCI പുറത്തുവിട്ട വീഡിയോയിൽ സംസാരിക്കവെയാണ് പരിക്കേറ്റ് പുറത്തിരുന്ന കഠിനമായ ദിവസങ്ങളെക്കുറിച്ച് താരം വാചാലനായത്. തന്റെ പങ്കാളി വളരെ നല്ലവളാണെന്നും അവൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ പിന്നെ നല്ലത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളതെന്നും ഹാർദിക് പറഞ്ഞു. പേരെടുത്ത് പറയാതെ മഹിക തന്റെ പങ്കാളിയാണെന്ന് ഹാർദിക് സ്ഥിരീകരിച്ചു. ഹാർദിക്കിന്റെ ഈ വീഡിയോയ്ക്ക് താഴെ മൈ ഹീറോ എന്ന അടിക്കുറിപ്പോടെ മഹിക ശർമ്മ ഇൻസ്റ്റഗ്രാമിൽ കമന്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മഹികയുടെ 25ാം ജന്മദിനത്തിൽ ഹാർദിക് പങ്കുവച്ച റൊമാൻറ്റിക് വീഡിയോ വൈറലായിരുന്നു. മഹികയും ഹാർദിക്കും ഒപ്പമുള്ള മനോഹര നിമിഷങ്ങളാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. മോഡലിംഗിലും അഭിനയത്തിലും മുഴുവൻ സമയ കരിയറിലേക്ക് മാറുന്നതിന് മുമ്പ് സാമ്പത്തിക ശാസ്ത്രത്തിലും ധനകാര്യത്തിലും ബിരുദധാരിയാണ് മഹിക ശർമ്മ. ഗുജറാത്തിലെ ദീൻ ദയാൽ പെട്രോളിയം യൂണിവേഴ്സിറ്റിയിലും US-ലുമായിട്ടാണ് മഹിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് ഫാഷൻ ലോകത്ത് ഗണ്യമായ മുന്നേറ്റം നടത്തിയവർ മനീഷ് മൽഹോത്ര, അനിത ഡോങ്ക്രെ, തരുൺ തഹിലിയാനി തുടങ്ങിയ മുൻനിര ഡിസൈനർമാരുടെ റാമ്പിൽ ചുവടുറപ്പിച്ചു. റാമ്പിനപ്പുറം സംഗീത വീഡിയോകൾ, സിനിമകൾ, തനിഷ്, വിവോ, യൂണിക്ലോ തുടങ്ങിയ ഉയർന്ന പ്രൊഫൈൽ ബ്രാൻഡുകൾ എന്നിവയുടെ ക്യാമ്പയിനുകളിലും ശർമ്മ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫാഷൻ അവാർഡുകളിൽ മോഡൽ ഓഫ് ദി ഇയറായും അവർ കിരീടമണിഞ്ഞു. കൂടാതെ ഫാഷന്റെ വളർന്നു വരുന്ന താരങ്ങളിൽ ഒരാളായി പ്രമുഖ മാസികകൾ അവരെ അംഗീകരിച്ചിട്ടുണ്ട്. മഹിക ശർമ്മ നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ 52,000-ലധികം ഫോളോവേഴ്സുമായി വളർന്നു വരുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. വിവേക് ഒബ്രോയി നായകനായ PM നരേന്ദ്രമോദി എന്ന സിനിമയിൽ മഹിക അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളം ടീമിന് പുറത്തിരുന്ന ശേഷമാണ് ഇഷാൻ കിഷൻ 2020 ലോകകപ്പ് ടീമിൽ സ്ഥാനം നേടിയത്. ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാതിരുന്നതിന്റെ പേരിൽ BCCIയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്താക്കപ്പെട്ട താരം ആഭ്യന്തര ടൂർണമെന്റിലെ തന്നെ കിടിലൻ പ്രകടനത്തിലൂടെയാണ് ടീമിലേക്ക് തിരിച്ചെത്തിയത്. ബാക്കപ്പ് ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും ടീമിലെത്തിയ താരം ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിലെ മികച്ച പ്രകടനത്തിലൂടെ പ്ലേയിങ് 11-ലെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. നമീബിയക്കെതിരെയും പാകിസ്ഥാനെതിരെയും അർദ്ധ സെഞ്ചുറി നേടിയ ഇഷാൻ ലോകകപ്പിലും മിന്നും ഫോമിലായിരുന്നു. ഇപ്പോഴിതാ കളിക്കളത്തിനും പുറത്തും ഇഷാൻ വാർത്തകളിൽ ഇടം നേടുകയാണ്. താരത്തിന്റെ കാമുകിയെക്കുറിച്ച് മുത്തച്ഛൻ വെളിപ്പെടുത്തിയതോടെയാണ് ഇഷാൻ ചർച്ചകളിൽ നിറഞ്ഞത്. വർഷങ്ങളായി നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമമായത്. ബീഹാറിലെ ഔറംഗാബാദിൽ വാർത്താ ഏജൻസിയായ ANAയോട് സംസാരിക്കവേ ഇഷാൻ കിഷന്റെ മുത്തച്ഛൻ അനുരാഗ് പാണ്ഡെ തന്റെ ചെറുമകൻ നിലവിൽ മോഡൽ അദിതി ഹുഡ്ഡയുമായി ഡേറ്റിംഗിലാണെന്ന് സ്ഥിരീകരിച്ചു. 6 വർഷമായി ഇഷാനും അദിതിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇന്ത്യൻ ടീമിന്റെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ഇഷാനൊപ്പം അദിതിയും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2019 IPL ഫൈനലിൽ മുംബൈ ഇന്ത്യൻസ് താരവുമായിരുന്ന ഇഷാൻ കിഷനെ പിന്തുണയ്ക്കാൻ ഗ്യാലറിയിലെത്തിയപ്പോഴാണ് അദിതിയുടെ ചിത്രങ്ങൾ ആദ്യമായി വൈറലായത്. അന്ന് മുതൽ മിസ്റ്ററി ഗേൾ എന്ന നിലയിൽ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയുമുണ്ടായിരുന്നു. ജയ്പൂർ സ്വദേശിയായ അദിതി ഹുഡ്ഡ ഫാഷൻ ലോകത്തും സൗന്ദര്യ മത്സരങ്ങളിലും സ്വന്തമായി ഇടം കണ്ടെത്തിയ വ്യക്തിയാണ്. 2017-ലെ ഫെമിന മിസ് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു അദിതി. 2018-ൽ മിസ് ദിവ സൂപ്പർ നാഷണൽ കിരീടം നേടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ലേബൽ അദിതി ഹുഡ്ഡ എന്ന പേരിൽ സ്വന്തമായ ഒരു ഫാഷൻ ബ്രാൻഡും ഇവർ നടത്തുന്നുണ്ട്. ജയ്പൂരിലെ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദിതി സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നാണ് BBA ബിരുദം കരസ്ഥമാക്കിയത്. വ്യക്തിജീവിതം പൊതുവിടങ്ങളിൽ ആഘോഷിക്കാൻ താല്പര്യമില്ലാത്ത അദിതിക്ക് ഇൻസ്റ്റഗ്രാമിൽ 2.25 ലക്ഷത്തോളം ഫോളോവർമാരുണ്ട്. അച്ഛൻ ലളിത് ഹുഡ്ഡയും അമ്മ ബബിതയും സഹോദരൻ യാഷും അടങ്ങുന്നതാണ് അദിതിയുടെ കുടുംബം. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം 16 കോടി മുതൽ 25 കോടി രൂപ വരെയാണ് ഈ US സംരംഭകയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. ഇഷാൻ കിഷന്റെ വിജയങ്ങളിൽ എന്നും കരുത്തായി കൂടെയുള്ള അദിതിയുടെ ഗ്യാലറിയിലെ സാന്നിധ്യം ആരാധകർക്കും ആവേശമായിരിക്കുകയാണ്.